കൂടുതൽ വാർത്തകളിലേക്ക്. സോളാർ കമ്മീഷനെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. സരിതയുമായുള്ള ദില്ലി കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് തെറ്റിദ്ധരിപ്പിക്കൽ നടന്നത്. അവകാശ ലംഘന നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന തെറ്റായ മൊഴിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെറ്റായ മറുപടി നൽകിയത്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് 2012 ഡിസംബർ 27-ന് മുഖ്യമന്ത്രി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്യു ടി തോമസ് MLA നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി തെറ്റായ വിവരമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഡിസംബർ 27-ന് താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബർ 29-ന് ദേശീയ വികസന സമിതി യോഗത്തിനായാണ് താൻ വിജ്ഞാൻ ഭവനിൽ എത്തിയതെന്നുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഈ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ വികസന സമിതി യോഗം ഡിസംബർ 29-ന് തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം 2015 ഏപ്രിൽ 1-ന് വി ശിവൻകുട്ടി MLA നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ താങ്കൾക്കെതിരെ ആരെങ്കിലും ഈ വിഷയത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നോ എന്ന് അഭിഭാഷകൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വി ശിവൻകുട്ടി MLA അവകാശ ലംഘന നോട്ടീസ് നൽകിയ വിവരം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കമ്മീഷനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴി നൽകിയത്. ചുരുക്കത്തിൽ വിജ്ഞാൻ ഭവനിലെത്തിയത് സംബന്ധിച്ച് ആദ്യം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളാർ കമ്മീഷനെയും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ജാഥ നാളെ പാലക്കാട് ജില്ലയിൽ. ഫുട്ബോൾ താരങ്ങളും കായിക രംഗത്തെ പ്രമുഖരും മലപ്പുറത്തെത്തി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, ഇന്ത്യൻ വോളിബോൾ താരം വിപിൻ M. ജോർജ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മലപ്പുറത്തിന്റെ കായിക താരത്തിന് ആവേശമായ ഫുട്ബോൾ തന്നെയായിരുന്നു ചർച്ചയിലെ സജീവ വിഷയം. മഞ്ചേരി, കോട്ടപ്പടി സ്റ്റേഡിയങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കാത്തതിലുള്ള നിരാശ താരങ്ങളും പരിശീലകരും എടുത്തു പറഞ്ഞു. സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിൽ സംവിധാനം ഉദ്യോഗസ്ഥരെ നിറച്ച് ജനാധിപത്യം ഇല്ലാതാക്കിയ കാര്യം അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെന്നും സമ്മാനത്തുക വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സാഫ് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ കുമാരി പ്രജിതയുടെ നിർദ്ദേശം. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, സന്തോഷ് ട്രോഫി താരം OK ജാവേദ്, ഇന്ത്യൻ വോളിബോൾ സീനിയർ ടീം അംഗം വിപിൻ M. ജോർജ്, വനിതാ ഫുട്ബോൾ താരം കുമാരി സിതാര ഹരികുമാർ എന്നിവരും പിണറായിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയിരുന്നു. ആസിഫ് സഹീർ: ഇത് വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡോട് കൂടിയുള്ളൊരു മീറ്റിംഗായി വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് ഒരു ഫുട്ബോളറായി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം സൗകര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് നേരിട്ട് തന്നെ വേണം. ഒരു മീഡിയേറ്ററോ അല്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് കാര്യമില്ല. അവരായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വികാരങ്ങൾ മനസ്സിലാവും. ഫുട്ബോൾ പരിശീലകർ, കായിക അധ്യാപകർ എന്നിവരും മലപ്പുറത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഫുട്ബോളിൽ മലപ്പുറത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. കായിക മേഖലയ്ക്ക് LDF എക്കാലവും പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നും തുടർന്നും അതുണ്ടാവുമെന്നും പിണറായി കൂടിക്കാഴ്ചയ്ക്കെത്തിയവർക്ക് ഉറപ്പു നൽകി. ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. രോഹിത് വെമുല പട്ടികജാതി വിഭാഗമായ മാല സമുദായാംഗമാണെന്ന് തെളിയിക്കുന്ന രേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. 2015 ജൂൺ 16-ന് ഗുണ്ടൂർ തഹസിൽദാർ നൽകിയ രേഖയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. ഇതോടെ രോഹിത് ദളിതനല്ലെന്ന റിപ്പോർട്ട് നൽകിയ കേന്ദ്രമന്ത്രിമാരെയും VCയെയും രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് നീക്കമാണ് പുറത്താവുന്നത്. രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞ ജൂൺ 16-ന് ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത്. രോഹിത് മാലാ സമുദായക്കാരനാണെന്നും ആ സമുദായം പട്ടികജാതിയിൽ പെടുന്നതാണെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. രോഹിത് മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വധേര ജാതിക്കാരനാണെന്ന് ഗുണ്ടൂർ പോലീസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത്. രോഹിത് പട്ടിക വിഭാഗക്കാരനാണെങ്കിൽ രോഹിതിന്റെ മരണം മുൻനിർത്തി ഗച്ചിബൌലി പോലീസ് എടുത്ത കേസിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പാറാബു എന്നിവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് രോഹിതിന്റെ സ്വദേശമായ ഗുണ്ടൂരിലെ പോലീസ് വിവാദ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിതിന് നീതി തേടി ഒരാഴ്ചയായി ക്യാമ്പസ് ബന്ദ് നടത്തുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോലീസ് നടപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രോഹിതിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രോഹിതിന്റെ സഹപാഠികളുടെ നിലപാട് പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഗുണ്ടൂർ പോലീസിന്റെ ക്രൂരമായ ദലിത് വിരുദ്ധ റിപ്പോർട്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് NP ചന്ദ്രശേഖരൻ.
മഹാരാഷ്ട്രയിലെ ശനി ശിഗ്നാപൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസ് ഹിന്ദു പ്രസ്ഥാന നടപടിക്കെതിരെ പ്രതിഷേധക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന ചർച്ച സജീവമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരം മഹാരാഷ്ട്രയിൽ നടന്നത്. സ്ത്രീകൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ ശനി ശിംഗനാപൂർ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ നടത്തിയ മാർച്ചാണ് പോലീസ് തടഞ്ഞത്. വൈകിട്ട് 4 മണിയോടെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 400ഓളം സ്ത്രീകൾ ശനി ശിംഗനാപൂരിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാർച്ച് നയിച്ച തൃപ്തി ദേശായി അടക്കമുള്ളവരെ പോലീസും ദേശീയ ഹിന്ദു പ്രസ്ഥാനം പ്രവർത്തകരും ചേർന്ന് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് മാർച്ചിൽ പങ്കെടുത്തവർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. आज महिलाओं के लिए ब्लैक डे है, महिलाओं का हक और अधिकार जो मिलना चाहिए उसके लिए रोका जा रहा है। पुलिस धक्का मुक्की कर रही है, बिल्कुल अच्छा नहीं कर रही है। हम वहाँ पे जाके ही रहेंगे। हम करेंगे, हम यही बैठेंगे, यही जिएंगे, यही मरेंगे, दर्शन किए बिना नहीं जाएंगे। തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഭൂമാതാരൺ രാഗിണി ബ്രിഗേഡാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ ഇവിടേക്ക് സ്ത്രീകൾ വന്നാൽ തടയാൻ ദേശീയ ഹിന്ദു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ സ്ത്രീകൾ തമ്പടിച്ചിരുന്നു. ശബരിമലയ്ക്ക് സമാനമായ സാഹചര്യം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ശനി ശിംഗനാപൂർ. ക്ഷേത്രത്തിന്റെ വേലിക്കെട്ട് ചാടിക്കടന്ന് ശ്രീകോവിലിനുള്ളിൽ ആരാധന നടത്താനായിരുന്നു പ്രതിഷേധക്കാരുടെ പദ്ധതി. മഹാരാഷ്ട്രയിലെ വിവിധ സംഘടനകളുടെ പിന്തുണയും ഭൂമാതാരൺ രാഗിണി ബ്രിഗേഡിനുണ്ട്. ന്യൂസ് ഡെസ്ക്. മലയാളികളുടെ പ്രിയതാരം കൽപ്പനയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം തൃപ്പൂണിത്തുറ പുതിയകാവ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. വിവിധ തുറകളിൽ നിന്ന് നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയത്. മലയാളക്കരയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കൽപ്പന കൺമറഞ്ഞു. ഹൈദരാബാദിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം 1:45 മുതൽ 3:15 വരെ തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലം ഹാളിലും തുടർന്ന് സമീപത്തുള്ള അവരുടെ ഫ്ളാറ്റിലും പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, സ്പീക്കർ N ശക്തൻ, മുൻ MP P രാജീവ് തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരും ചലച്ചിത്ര മേഖലയിൽ നിന്ന് KPAC ലളിത, ക്യാപ്റ്റൻ രാജു, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്, മനോജ് K ജയൻ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ജോഷി, സിബി മലയിൽ, കമൽ, കാവ്യ മാധവൻ, മമത മോഹൻദാസ്, സിദ്ദീഖ്, രഞ്ജി പണിക്കർ, ഭാഗ്യലക്ഷ്മി, ഹരിശ്രീ അശോകൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. കൈരളി TVക്ക് വേണ്ടി അസോസിയേറ്റ് പ്രോഗ്രാം ഡയറക്ടർ PO മോഹൻ റീത്ത് സമർപ്പിച്ചു. മൃതദേഹം 5:30 പുതിയകാവ് പൊതുശ്മശാനത്തിൽ എത്തിച്ച ശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള യാത്രയയപ്പ്. സഹോദരി കലാരഞ്ജിനിയുടെ മകൻ പ്രിൻസ് ചിതയ്ക്ക് തീ കൊളുത്തി. ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കൽപ്പന ഇനി ഓർമ്മകളായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്സാപ്പിലും ഫേസ്ബുക്കിലും കുത്തിമറിയുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ വാട്സാപ്പിൻ്റെ സംവിധാനങ്ങൾ ഫേസ്ബുക്കുമായി ബന്ധിപ്പിക്കാം. പുതിയ അപ്ഡേഷനിൽ പുതുമയാർന്ന സംവിധാനങ്ങളാണുള്ളത്. വാട്സപ്പിന്റെ പുതിയ അപ്ഡേഷനിൽ പുതുമയാർന്ന ഒരുപിടി സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? വാട്സപ്പ് അക്കൗണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാം എന്നതു തന്നെയാണ് വലിയ പ്രത്യേകത. ഇത് നിങ്ങളുടെ ഫേസ്ബുക്ക് അനുഭവങ്ങൾ മികച്ചതാക്കുമെന്ന് ഉറപ്പാണ്. വാട്സപ്പിന്റെ പുതിയ അപ്ഡേഷനായ 2.12.413 വേർഷനിലാണ് പുതിയ സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഓപ്ഷണൽ ചോയ്സാണ്. ആപ്ലിക്കേഷന്റെ അക്കൗണ്ട് സെറ്റിംഗ്സിലാണ് പുതിയ ഓപ്ഷൻ ഉള്ളത്. ഇതിൽ തന്നെ വിവരങ്ങൾ ഫേസ്ബുക്കുമായി ബന്ധിപ്പിക്കണോ എന്നതും ഉപഭോക്താവിന് തീരുമാനിക്കാനാവും. ഒരു ഹിഡൻ സെക്യൂരിറ്റി ഓപ്ഷനും ഇതേ വേർഷനിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. 2014 വാട്സപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തത്. അന്നുമുതൽ ഫേസ്ബുക്കുമായി ലിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള ഓപ്ഷനുകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഫേസ്ബുക്ക്. അത് വിജയം കണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. പച്ചക്കറികളിലെ വിഷപരിശോധനയ്ക്കായി ആധുനിക സംവിധാനങ്ങളുണ്ടെങ്കിലും നടപ്പിലാക്കാൻ സർക്കാർ മടി കാണിക്കുകയാണെന്ന് നടൻ ശ്രീനിവാസൻ. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജൈവകൃഷി നടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കഴിഞ്ഞ വർഷം നടത്തിയ ജൈവ പച്ചക്കറി കൃഷിക്ക് ലഭിച്ച മികച്ച പിന്തുണയുടെ ചുവട് പിടിച്ചാണ് CPIM വീണ്ടും ജൈവ കൃഷി ആരംഭിക്കുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ കൃഷിനടിയിൽ ഉത്സവം നടൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഒമാനിലുള്ള ഒരു തൃശ്ശൂർക്കാരൻ മലയാളി അദ്ദേഹത്തിൻ്റെ ഒരു ലാബിൻ്റെ വിശദാംശങ്ങളുമായി എന്നൊരു കാണാൻ വന്നു. അരമണിക്കൂർ കൊണ്ട് പച്ചക്കറിയിലെ വിഷാംശങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന മെഷീൻ. സർക്കാരിൻ്റെ എല്ലാ ആൾക്കാരുമായിട്ടും അവർ സംസാരിച്ചു. പക്ഷേ ആ മെഷീൻ ഇവിടെ സ്ഥാപിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല. മുൻവർഷത്തേക്കാൾ വിപുലമായ രീതിയിൽ കൃഷിയും വിൽപ്പന കേന്ദ്രങ്ങളും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MP-യുമായ P. രാജീവ് പറഞ്ഞു. 2015 വിഷുവിൻ്റെ ഘട്ടം മുതലാണ് കേരളത്തിലാകെ വിഷരഹിതമായ പച്ചക്കറി എന്ന മുദ്രാവാക്യം CPM ഏറ്റെടുത്തത്. അത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എറണാകുളത്ത് അന്നും ശ്രമിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ആ ശ്രമം തുടരുകയാണ്. ജൈവ കൃഷിയിൽ ആകർഷനായി പ്രദീപ് എന്ന വ്യക്തിയാണ് കൃഷിയിറക്കാനുള്ള ഭൂമി നൽകിയിരിക്കുന്നത്. ഏകദേശം 35 സെന്റ് സ്ഥലം വിഷരഹിത പച്ചക്കറിയുടെ ഒരു പ്രോത്സാഹനത്തിനും വേണ്ടി നമുക്ക് ഉണ്ടായ ഒരു മാനസിക സംതൃപ്തി, അതാണ് ഇതിനുള്ളൊരു കാരണം. ചടങ്ങിൽ ഡോക്ടർ KR വിശ്വംഭരൻ, CN മോഹനൻ, MC സുരേന്ദ്രൻ, വിജയൻ പള്ളിയാക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഇപ്പോൾ പൂക്കളുടെ വർണ്ണോത്സവമാണ്. പൂപ്പൊലി എന്ന പേരിൽ ഇപ്പോൾ ഇവിടെ രാജ്യാന്തര പുഷ്പോത്സവം നടക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് പുഷ്പമേളയ്ക്കായി ഇപ്പോൾ വയനാട്ടിലെത്തുന്നത്. നിരവധിയായ പൂക്കൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമെത്തിയവ. വർണ്ണവൈവിധ്യത്താലും പുഷ്പശോഭയാലും ഇവിടെ വസന്തകാലം തമ്പടിച്ചിരിക്കുകയാണ്. വയനാടിൻ്റെ കാർഷിക പെരുമയും ജൈവ വൈവിധ്യവുമെല്ലാം പൂപ്പൊലിയെ വ്യത്യസ്തമാക്കുന്നു. പൂപ്പൊലി വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. വളരെ വിപുലമായ സ്റ്റാളുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് പല വെറൈറ്റീസിൻ്റെ പുഷ്പങ്ങളായാലും പല കാര്യങ്ങളും എല്ലാ രീതിയിലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രദർശന സ്റ്റാളുകളും കലാരൂപങ്ങളുമെല്ലാം ചേർന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന പൂപ്പൊലിക്ക് ദിവസവും എത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. മേളയുടെ ഭാഗമായി വിവിധ സെമിനാറുകളും വിനോദ കേന്ദ്രങ്ങളുമെല്ലാം അമ്പലവയലിൽ ഒരുക്കിയിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചുള്ള രാജ്യാന്തര സെമിനാറും പൂപ്പൊലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 4-ന് മേള സമാപിക്കും. ന്യൂസ് ബ്യൂറോ, വയനാട്. ദേശീയ സ്കൂൾ കായികമേളയ്ക്കായി കോഴിക്കോട് ഒരുങ്ങി. 19ാം തവണയും തുടർച്ചയായി കിരീടമുയർത്താനാവുമെന്നുള്ള തീവ്ര പരിശീലനത്തിലാണ് കേരള ടീം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ ബുധനാഴ്ചയോടെ കോഴിക്കോട്ടെത്തും. ദേശീയ സ്കൂൾ കായികമേളയെ വരവേൽക്കാൻ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം തയ്യാറെടുത്തു കഴിഞ്ഞു. ഒപ്പം സ്വന്തം മണ്ണിൽ കരുത്തറിയിക്കാൻ കേരളത്തിന്റെ താരങ്ങളും. സ്കൂൾ കായികമേളയിൽ തുടർച്ചയായ 18 വർഷം കിരീടമുയർത്തിയ റെക്കോർഡുമായാണ് കേരളം സ്വന്തം മണ്ണിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. ഇത്തവണ അങ്കത്തട്ടിൽ കിരീടമുയർത്താൻ 106 ടീമിനെയാണ് അണിനിരത്തുക. ഇതിൽ പകുതിയിലേറെ പേർ കോഴിക്കോട്ടെ പരിശീലന ക്യാമ്പിലെത്തിക്കഴിഞ്ഞു. ട്രാക്കിലും ഫീൽഡിലും കേരളം ഒരുപോലെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ദീർഘദൂര മധ്യദൂര സ്പ്രിന്റ് ഇനങ്ങളിലും ജമ്പ് ഇനങ്ങളിലും കൂടുതൽ സ്വർണം കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കോതമംഗലം മാർബേസിൽ സ്കൂളിലെ കായികാധ്യാപിക ഷിബി മാത്യു പറഞ്ഞു. ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് പരിചയമായ ഗ്രൗണ്ട്, നല്ല റിസൾട്ട്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഗ്രൗണ്ടാണിത്. അപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട് കുട്ടികൾക്ക്. അവരുടെ ഇപ്പോഴത്തെ റിസൾട്ട് ഇനിയും മാറ്റാൻ പറ്റും, പെർഫോമൻസ് ലെവൽ കൂട്ടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കുട്ടികൾക്കുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റിസൾട്ട്. സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ കേരളം ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് 2009 കൊച്ചിയിൽ നടന്ന മീറ്റിലാണ്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഹരിയാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. മെഡിക്കൽ കോളേജിലെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമെന്ന് താരങ്ങളും പരിശീലകരും വിലയിരുത്തിയ സ്റ്റേഡിയത്തിൽ കൂടുതൽ മീറ്റർ റെക്കോർഡുകൾ പിറക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ കാണികളെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സ്റ്റേഡിയത്തിൽ താൽക്കാലിക ഗാലറികൾ ഒരുക്കുന്നുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.